ഹലോ ഗൈസ്, നമുക്കിന്ന് ബാജിയും ചപ്പാത്തി ഉണ്ടാക്കിയാലോ? അങ്ങനെ ഞാൻ ബാജി ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബാജിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കട്ടെ കേട്ടോ. നിങ്ങൾക്കും അറിയാം, എന്നാലും ഞാൻ പറയാം എന്നുള്ള നമ്മളെ സജി തേരുളിയുടെ വീഡിയോ കണ്ടാണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇന്ന് എന്താ ഉണ്ടാക്കണം അറിയോ? ഇന്ന് ബാജിയും ചപ്പാത്തിയാണ് നിൻ്റെ രാവിലത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു 3 ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളി അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാജി ഉണ്ടാക്കാം. ഇതിലേക്ക് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഒരു പൂതി വന്നതാണ്. ഞാൻ ചേട്ടൻ്റെ വീഡിയോ നല്ലോണം കാണുന്നുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് അയാൾ ഉണ്ടാക്കണ ഓരോ ഫുഡ് ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ബാജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ബാജി ഭയങ്കര ടേസ്റ്റാണല്ലോ. ബാജി ചപ്പാത്തിക്കും പൂരിക്കും പൊറാട്ടയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണല്ലോ. അപ്പം നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കിയാലോ? ഇതുണ്ടാക്കാം. ഇങ്ങോട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ എനിക്കിന്ന് കൊണ്ടുപോകാനുള്ള സ്പെഷ്യൽ ഇതാണ്. ഇനി നമുക്ക് കുക്കറിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ 3 ഉരുളക്കിഴങ്ങും 2 സവാളയാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് 2 ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 3 ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. അതല്ലേ, 3 ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. 3 ചെറിയ ക്യാരറ്റ് ആട്ടോ. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളക് ആട്ടോ. ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കാരണം കുറച്ച് ബാജിൻ്റെ മസാല അതല്ലേ. ഞാൻ 4 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1.5 കപ്പ് വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചെടുത്താലോ? 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ അത് വേവാൻ. 2 വിസിലടിച്ചാൽ മതി. പാകത്തിന് ഉപ്പ് ഇട്ടെടുക്കാം. അപ്പോൾ നമ്മളൊരു 1/4 ടീസ്പൂണല്ല, ഒരു 1/2 ടീസ്പൂണല്ല, 1/4 ടീസ്പൂണല്ല, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് 2 വിസിലടുപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം, നല്ലതാണ് കേട്ടോ. കൂടുതൽ മഞ്ഞളൊന്നും ആയിട്ടില്ല കേട്ടോ ഇതിൽ. പാകായില്ലേ? ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കണം കേട്ടോ. ഞാൻ ഗ്യാസിൽ വേവിക്കണില്ല, അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ട് ഇത് നമുക്ക് വേവുമ്പോഴത്തേന് നമുക്ക് ചപ്പാത്തിൻ്റെ പൊടി ഒന്ന് കുഴച്ചെടുക്കും വേണം, ചപ്പാത്തി പരത്തും വേണം, ചപ്പാത്തി ചൂടും വേണം. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകണില്ല കേട്ടോ. ചോറിന് പകരമാണ് ഞാൻ ബാജിയും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ ചപ്പാത്തി പൊടി അങ്ങനെ തരിച്ചെടുക്കലില്ല കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് തോന്നി തരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞ് തരിക്കണം, ചപ്പാത്തി പൊടി തരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നമുക്കും ചപ്പാത്തി ചുറ്റുണ്ടാക്കാം, നമുക്ക് തരിച്ചെടുക്കാൻ വിചാരിച്ചിട്ടോ. എല്ലാവരും പറയണ്ടായി ഞാൻ നല്ല ചപ്പാത്തി ചുടുന്നതൊക്കെ വീഡിയോ ഇട്ടോ പറഞ്ഞു. ഞാൻ അന്ന് തരിച്ചിട്ടില്ലേ, ഇനി തരിക്കാത്തപ്പോൾ ഇങ്ങനെ തരിക്കണം കേട്ടോന്ന് പറഞ്ഞു. അപ്പോൾ നോക്കി ഞാനങ്ങനെ കൂടുതലൊന്നും ചപ്പാത്തി എടുക്കില്ല. ഉണ്ട് കേട്ടോ, കാരണം അതാ കണ്ടില്ലേ, ഇതിൽ തരി കണ്ടില്ലേ, ഉറുമ്പൊക്കെ ഉണ്ട് ഇതിൽ. നമ്മളെന്ത് ചെയ്യും, തരിക്കാതാണ്ട് എടുക്കൂലേ. ഞാൻ അങ്ങനെ സ്പീഡ് കിട്ടിയാണ്ട് അങ്ങനെ കിടക്കില്ല. എനിക്കറിയാം എല്ലാതെ യൂസ് ഉണ്ടാക്കലൊന്നുമില്ല, പക്ഷെ ഉണ്ടാക്കിയപ്പോഴല്ലേ. ഇന്ന് ചോറ് വേണ്ട വിചാരിച്ചു ഞാൻ. ചോറിന് പകരം ചപ്പാത്തി മതി വിചാരിച്ചു. അപ്പം നമുക്ക് ചപ്പാത്തി വേഗം ഇവിടെ 5:30 ആയിട്ടുള്ളൂ ടൈം കേട്ടോ. അപ്പം ഇനി ചൂടുവെള്ളം ഒഴിച്ച് ഉപ്പും ചൂടുവെള്ളം കൂടി ഇട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഇതിന് എന്ത് ചെയ്യാമെന്നറിയോ? നേരെ ടൈമായിട്ടില്ല, അതാണ് നീ കുറച്ച് നമുക്ക് ഇതിൽ പൊടി തട്ടെടുത്തേക്കണം. ഇതൊക്കെ വേണ്ടല്ലോ, ഇതൊക്കെ വേണം ചപ്പാത്തി ഉണ്ടാവും. പൊടി തട്ടാൻ വേണ്ടിയ ചപ്പാത്തിപ്പൊടി, പൊടി തട്ടാതെ ചപ്പാത്തി പൊടി. ചൂടുവെള്ളം വെച്ചെടുക്കട്ടെ. ചൂടാണ് മക്കളെ, ചൂടാണ്. കുഴപ്പമില്ല, നല്ല ചൂടുണ്ട്. ഇത് റേഷൻ ഷോപ്പിൽ നിന്ന് കിട്ടിയതാ കേട്ടോ ആട്ടപ്പൊടി. നമ്മൾ സാധാരണ വാങ്ങി പൊടിച്ചണല്ലേ, അതാണ് നല്ലത്. ഇതിലൊക്കെ മൈദ കൂട്ടുണ്ടോ അറിയില്ലല്ലോ. അപ്പം ചപ്പാത്തി വെച്ച് പരത്തിയെടുക്കണം. ഇത്
അപ്പം നമുക്ക് ചപ്പാത്തി ഒക്കെ ഒന്ന് പരത്തിയാക്കട്ടെ കേട്ടോ. ചപ്പാത്തി പരത്തിട്ടെ. ചപ്പാത്തി നല്ല റൗണ്ടിൽ വരുന്നല്ലേ. ഇത് റൗണ്ടിൽ ഇങ്ങോട്ട് കിട്ടൂല. അതാണ് ഇതിൻ്റെ കുഴപ്പം. ഇങ്ങനെ റൗണ്ടൊക്കെ കിട്ടും കേട്ടോ. തോന റൗണ്ടൊന്നും കിട്ടൂല. നല്ല റൗണ്ടിലൊന്നും വരില്ല. ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ല. ഇങ്ങനെ ആയാലും പ്രശ്നമില്ല. അവിടെ ചപ്പാത്തി ആയി കിട്ടിയാൽ മതി അല്ലേ. ഇപ്പം നമുക്കിനി കുക്കർ ഇവിടെ കൊണ്ടുപോയി കേട്ടോ. കുക്കർ ഞാൻ ബാജിക്കറി അടുപ്പത്ത് വെക്കണം. ഇവിടെ ചായല്ല ചൂടുവെള്ളം. അങ്ങനെ നമ്മളെ ബാജിക്കറി 2 വിസിലടിച്ചുകൊണ്ട് വെന്തിട്ടോ. വെന്താണ് ഞാനത് എടുത്ത് വെക്കുകയാണ്. എടുത്ത് വെച്ചിട്ട് നമ്മളിഞ്ഞ് പത്തിരി ചൂടാല്ല ചപ്പാത്തി ചൂടാല്ല ചട്ടി അവിടെ കൊണ്ടുപോയി വെക്കുക കേട്ടോ. എനിക്ക് അവിടെ നിന്ന് തന്നെ ചൂടണം എന്നൊരു വാശി. കാരണം തീ ഇങ്ങനെ കത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ ഗ്യാസ് മേലെ ഉണ്ടാക്കണ്ടല്ലോ വിചാരിച്ചിട്ടുണ്ടല്ലോ. അപ്പുറത്ത് എനിക്ക് ചൂടുവെള്ളം തിളച്ചപ്പോഴത്തിന് ആ ഒരു അടുപ്പിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതാ നമ്മളെ ബാജിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിങ്ങനെ കുത്തി അടിച്ച് കൊടുക്കണം കേട്ടോ. കേട്ടില്ലേ, ഇങ്ങനെ കുത്തി അടിച്ച് കൊടുക്കുക. നമുക്ക് ചട്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് വറവിടാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്കത് പൊട്ടിയിട്ട് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ ബാജിക്കറി ഇനി നമുക്ക് വറവിടാണ്. ഒറ്റമുളക് ഇട്ടെടുത്ത് കരിയാപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഒറ്റമുളകും കരിയാപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കട്ടോ. ഇതിക്കാണ്ട് ഒഴിച്ച് കൊടുക്കാം. കണ്ടല്ലേ. അപ്പോൾ നമ്മളെ ബാജിക്കറി ഇതാ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ബാജിക്കറിയൊക്കെ ഉണ്ടാക്കി വെക്കുക. നമുക്ക് ചപ്പാത്തി ചുട്ടുണ്ടാക്കണ്ടേ. അപ്പോൾ നമ്മളെ ബാജി റെഡിയായി. അങ്ങനെ നമ്മൾ ബാജിക്കറി റെഡി ആയി കേട്ടോ. ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടുണ്ടാക്കണം. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി അതിലേക്ക് ഇടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തിയുടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇടട്ടെ. അപ്പോൾ നമ്മൾ ഇനി അതിലേക്ക് ചപ്പാത്തി ഇടുകയാണ്. ഓരോന്ന് ചുട്ടെടുക്കണം. അപ്പം എനിക്ക് വിറക് ഇല്ല. അപ്പോൾ ഒന്ന് വിറകിന് പോയി വിറക് എടുത്തെടുത്ത് ഇട്ടുകൊണ്ടുവന്ന്. അപ്പം അങ്ങനെയൊക്കെ തന്നെ രാവിലെ ഇതൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോകാൻ കേട്ടോ. ചപ്പാത്തി കേട്ടോ. ചപ്പാത്തി ചുട്ട് പരത്തി വെച്ചതാ, ചൂടണുള്ളൂ. വേഗം ചുട്ട് കഴിഞ്ഞ് കുറച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് തിന്നാൻ മാത്രമല്ലൊക്കെ ചുട്ടച്ച്. പക്ഷെ എനിക്ക് 9 മണിയാകുമ്പോഴത്തേനും ഇവിടെ എത്തണം. അതാണ് എനിക്ക് രാവിലെ ഭയങ്കര തിരക്കേക്കാരം. 9 മണിയാകുമ്പോഴത്തേനും എനിക്ക് ഇവിടെ എത്തണമല്ലോ. പിന്നെ ഉമ്മച്ചി അങ്ങനെയൊക്കെ അവിടെ ഉണ്ട്. ഓർക്ക് അവിടെ ചെറിയ തിരക്കാണ്. ഓർക്ക് പിന്നെ 9 മണിയാവും ഓര് ചായ കുടിക്കാൻ. അപ്പം ഞാനെന്തായിട്ട് ഞാൻ വേഗം ചായ കുടിച്ചിട്ട് ഞാൻ വേഗം പോരില്ല. അപ്പോൾ പിന്നെ അവിടെ ചൂടുവെള്ളം തിളച്ചപ്പോൾ ഞാൻ എന്തായിട്ട് വേഗം ചൂടുവെള്ളം ഫ്ലാസ്ക് കൊണ്ടുവന്ന് തരികയാണ്. ഞാൻ അടുക്കളയിൽ പോയി വേഗം ഫ്ലാസ്ക് എടുത്തുകൊണ്ടുവന്നിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കണം. ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതും എടുത്ത് വെക്കണമല്ലോ. ചൂടുവെള്ളം വേഗം തിളച്ചിട്ടുണ്ട്. ഈ ഒരു അടുപ്പിൻ്റെ പ്രത്യേകത തന്നെ എന്താണ്, ഒരടുപ്പിൽ ഈ കാണുന്ന അവിടെ തീ കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ പുറത്തേക്ക് അത് പാളി ഇങ്ങനെ ഉണ്ടായിട്ട് അവിടെ ചൂടുവെള്ളം വെക്കാം. വേണമെങ്കിൽ ചോറിന് വെള്ളം വെക്കാം. നമ്മളിപ്പോൾ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞപ്പോഴത്തേന് അവിടെ ചൂടുവെള്ളം തിളച്ച്. ഇനി പിന്നെ അതുപോലെ തന്നെ ചോറിന് വെള്ളം വെക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറിന് വെള്ളം വെക്കും. അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ഓരോ പണികളും. ഇനി ചൂടുവെള്ളം വേഗം ഫ്ലാസ്കൊക്കെ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചെടുത്തിട്ട് നല്ലവണ്ണം മൂടി വെച്ചിട്ട് നമുക്കത് അടുക്കളയിൽ കൊണ്ടുവയ്ക്കണം. അപ്പോഴത്തേന് ചപ്പാത്തി കരിയണ നോക്കണം. കാരണം ഉമ്മച്ചിക്കൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഉമ്മച്ചിക്ക് അവിടെ വേറെ ജോലിയുണ്ട്. അപ്പം പിന്നെ അതിലാണ്. ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വേഗം കുളിച്ച് ഓഫീസിലേക്ക് പോകാനും ചായ കുടിക്കണം. പല ജോലികളും ഉള്ളതാണല്ലോ.
ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഇത് പറഞ്ഞാൽ ബാജിക്കറി ഉണ്ടാക്കണത് നിങ്ങൾ കാണിച്ചു തരാം, അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. വീഡിയോ എടുക്കണത് ആരാന്ന് നിങ്ങൾ ചോദിക്കും. വീഡിയോ ആരും അല്ല എടുക്കണത്, ഞാൻ ട്രൈപ്പോഡുമ്മൽ വെച്ചൊക്കെയാണ്. പിന്നെ വീഡിയോ അനിയത്തിയാണ് എനിക്ക് എടുത്ത് തരൽ, എൻ്റെ ചെറിയ അനിയത്തിയാണ് എനിക്ക് എടുത്ത് തരൽ. ഫ്ലാസ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അത് അടുക്കളയിൽ കൊണ്ടു വെച്ചിട്ട് ഇനി നമുക്ക് പത്തിരി അങ്ങോട്ട് ചുട്ടുണ്ടാക്കാം. നമുക്ക് ഈ പണി കൂടിയുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിച്ച് മാറ്റി ഒരുങ്ങി ഓഫീസിലേക്ക് പോരുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പത്തിരി ഇങ്ങനെ ഉണ്ടാക്കിയല്ലേ, ഇത് നല്ലൊരു ടേസ്റ്റല്ലേ. നമുക്ക് ചപ്പാത്തി ബാജി നല്ല രസമല്ലേ. ഈ അടുപ്പിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ഇവിടെ നമുക്കൊന്നാകുമ്പോഴത്തേന് ഈ അടുപ്പിലൊന്നാവും കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം തീ കത്തി പോകണം. ഇപ്പോൾ വെള്ളം വെച്ചിട്ട് വേഗം തിളച്ചിട്ട് ചോറിന് വെള്ളം വെച്ച് വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ ചായക്കടി ഞാൻ ഉണ്ടാക്കി വേഗം. അപ്പോൾ ചോറിന് വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഇനി അത് മൂടട്ടെ. അത് മൂടിയാണ്. ഈ അടുപ്പിൽ വേഗം ആവും എല്ലാ സാധനം, അതാണ് ഈ അടുപ്പിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഈ അടുപ്പ് പൊളിച്ചൂല എന്ന് അമ്മച്ചി പറയുന്നത്. മറ്റേ അടുക്കളയിലെ അടുപ്പിൽ അമ്മച്ചി ഉണ്ടാക്കൂല, ഇതിലേ ഉണ്ടാക്കുള്ളൂ എല്ലാം. ഇത് വെക്കണ്ടേ ഇതിന്? ശരിയുണ്ടോ അത്? നമ്മളതാ ചപ്പാത്തി റെഡി ആയിട്ടോ. അജി ചപ്പാത്തി ഇത് രണ്ടും റെഡിയായി. പിന്നെ ചായ ഉണ്ട് അവിടെ. അപ്പം ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് ഇതാണ്. രാവിലത്തെ ഫുഡ് എനിക്ക് തന്നെയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഞാനിന്ന് ചോറ് കൊണ്ടുപോകണില്ല, ബാജിക്കറിയും ചപ്പാത്തിയാണ് കൊണ്ടുപോകണേ. അപ്പം ഇങ്ങനെ ബാജി എല്ലാവരും ഉണ്ടാക്കി നോക്കണ്ട കേട്ടോ, നല്ല ടേസ്റ്റ് ആയിക്കാരം. പിന്നെ ഇപ്പം എന്താ പറഞ്ഞോ, ഞാനും അയാളതിൽ കണ്ടതാ കേട്ടോ, ഒരാൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ചായ എടുക്കട്ടെ കേട്ടോ മക്കളെ. പോകാൻ വേണ്ടി മാറ്റിയതാണ്, മാറ്റി കഴിഞ്ഞിട്ട് ചായ എടുക്കണം കേട്ടോ. അപ്പം പൂരിയും ചപ്പാത്തിയൊക്കെ ഉണ്ട്, അല്ല പൂരിയും ചപ്പാത്തിയല്ല, ബാജിയും ചപ്പാത്തിയൊക്കെ ഉണ്ട് കേട്ടോ. മാറ്റിയതാണ് ഇപ്പോൾ ഓഫീസ് പോകാൻ വേണ്ടി. ഉമ്മച്ചൊക്കെ അവിടെ ഉണ്ട്. ഓലൊക്കെ 9 മണിയാവും ചായ അടിക്കാൻ. ഞാൻ ഓല കാത്തുന്നുണ്ടെങ്കിലേ പിന്നെ നേരം വൈകും, എനിക്ക് ഓഫീസിലെത്താൻ നേരം വൈകും. ഡ്രസ്സ് മാറ്റിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ ഞാൻ ചാടിക്കായിരിക്കണമെന്ന്, കാരണം എനിക്ക് നേരം വൈകുന്നേ. എന്നുവെച്ച് 10ാം ക്ലാസ്സിലേക്കാണ്. ആണാണ്ട് അവിടെ വേറെന്തോ നന്നാക്കണേ, അനിയത്തിൻ്റെ അവിടെ. ഓർക്കൊക്കെ നേരമാവും, ഒരു 9, 9:30 അല്ലെങ്കിൽ ഒക്കെ ആകുമ്പോൾ ഓല് കുടിച്ചോളൂ. ഓലെ വെയിറ്റ് ചെയ്ത് എനിക്ക് 9 മണിയാകുമ്പോഴത്തേനും ഓഫീസിൽ എത്തണം.